നിങ്ങൾക്ക് വേണ്ടത് എന്തും ഞാൻ തരാം, എന്തും. പണം വേണമെങ്കിൽ പണം എന്തും ഞാൻ തരാം. നിങ്ങൾ വേറെ പോയി ജീവിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി തന്നെ ജീവിച്ചോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മകനെ എനിക്ക് വേണം. അപ്പം ഈ മകനെ ഒഴിവാക്കിയിട്ട് വാ, എന്നാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്നൊക്കെ ഓരോ ആൾക്കാർ പറയാൻ തുടങ്ങി. കാരണം അപ്പം എനിക്ക് മനസ്സിലായി, അവർ ഇനിയിപ്പോൾ ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചാലും ഭാവിയിൽ എൻ്റെ മകൻ അവർക്കൊരു അധികപ്പറ്റായിട്ട് മാറും. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ മോനെ വിട്ടിട്ടില്ല കളിയില്ല. മരിക്കുന്നത് വരെ അവൻ്റെ കൈ ഞാൻ പിടിക്കും. അത് ഞാൻ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും, കാരണം എൻ്റെ ചോരയാണ്. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു ചെറിയൊരു പ്രശ്നം, ഈ അടുത്ത കാലത്ത് ചെറിയൊരു പ്രശ്നം നടന്നപ്പം അപ്പം മാത്രമാണ് ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു ഒരു സങ്കടം വന്നത്. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോഴാണ് ഒരു സാഡ്നെസ് എന്നൊരു ഇതിൽ വന്നത്. അപ്പം അവൾ ഭയങ്കര സങ്കടം വന്നു. അവളെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി, അവളുടെ പാസ്റ്റ് ലൈഫിനെ പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഓരോ പാസ്റ്റ് ലൈഫ് ഉണ്ടാവും. മല്ലുവിൻ്റെ പഴയ വീഡിയോസിൻ്റെ വ്യൂസ് 1 മില്യൺ 2 മില്യൺ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 500K എങ്കിലും കിട്ടും. 5 ലക്ഷം ആൾക്കാർ ചുരുങ്ങിയത് കാണും. പക്ഷേ അങ്ങനെയുള്ള മല്ലുവിൻ്റെ ചാനൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 25,000 50,000. എന്താ സംഭവിച്ചത്? ഇനിയൊരു കാര്യം, ഇങ്ങനൊരു വ്യൂസ് മല്ലുവിന് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മല്ലു ഇറാന് പോകുന്നു, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ഇതെങ്ങനെ പോസിബിളാണ്? പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല. പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്തു, ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാനത് സോറി പറഞ്ഞു, അത് ഡിലീറ്റ് ചെയ്തു. എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നു. എവിടെയോ വെച്ചൊരു ചെറിയ അഹങ്കാരം പിടിച്ചു, ചെറിയ ഇത്തിരി. മല്ലുവിനൊരു സൈബർ അറ്റാക്കിങ് നടത്താറുണ്ട് ചില സമയങ്ങളിൽ. കാരണം സൈബർ അറ്റാക്കിങ് ചിലപ്പോൾ മല്ലു എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ ഈ കുടുംബത്തെ പറയുമ്പോൾ വല്ലാത്ത വേദന. ഒരു തവണ എൻ്റെ ഉപ്പാക്കെതിരെ അറ്റാക്ക് വന്നു. അത് സൈബർ മാത്രമല്ല, ആക്ച്വലി ഇരിട്ടി ടൗണിൽ വെച്ചിട്ട് എൻ്റെ ഉപ്പാനെ ഒരാൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ആ ഒരു വിവാദം നടന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നത് വേറെ നമ്മുടെ നാട്ടിലെ യൂട്യൂബേഴ്സിൻ്റെ വിഭാഗത്തിൽ ഞാൻ അവരെന്തോ ചെയ്തു എന്ന് പറഞ്ഞ് അവർ വീഡിയോ ഇട്ടപ്പം ഉപ്പാനെ എന്തോ എനിക്ക് ഓർമ്മയില്ല, എന്തോ ഫിസിക്കലി എന്തോ ഹരാസ് ചെയ്യാൻ നോക്കി ഒരാൾ ടൗണിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്തോ നടന്നു. അപ്പോൾ അങ്ങനെ അത് CCTV ക്യാമറ ഒക്കെ എടുത്ത് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഒരിക്കലും ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല, നമുക്ക് വിവാദങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. പിന്നെ ഈ അടുത്ത് നടന്നൊരു വിഷയത്തിൽ വൈഫിനെതിരെ ഒരുപാട് വിവാദങ്ങൾ, വൈഫിനൊരുപാട് പ്രശ്നങ്ങൾ വന്നു. അത് വൈഫ് ഇപ്പോൾ ഇങ്ങനെ വിവാദം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ബെഡ്റൂമിലൊക്കെ പോകുന്ന സമയത്ത് ഒരു അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നാം. അതിൽ ഒരു കാര്യം എന്താ പറയുക, പിന്നെ കാതറിപ്പം എന്നെ കണ്ടത് മല്ലു ട്രാവലർ ആയതിനു ശേഷം അല്ലേ. ഈ മല്ലു ട്രാവലർ ആകുന്നതിന് മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഇഷ്യൂ നടന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിച്ചു. എൻ്റെ ഉമ്മ ഒരുപാട് ആലോചനകൾ തേടിപ്പോയി, എത്തിങ്കാനിൽ അവിടെ ഇവിടെ ഒക്കെ പോയി. അപ്പം എല്ലാവരും ഒരു മകനുള്ള ഡിവോഴ്സ്ഡായ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് ഹസ്ബൻഡ് വേണ്ട എന്നാണ് പലരും പറയുന്നത്. അപ്പം ആരുടെ അടുത്ത് നമ്മൾ ഒരു പ്രപ്പോസൽ അപ്രോച്ച് ചെയ്താലും എന്നെയും എൻ്റെ മകനെയും ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറില്ല. ചില ആൾക്കാർ പറഞ്ഞത് മകനെ ഒഴിവാക്കിയിട്ട് വാ, അങ്ങനെയാണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ മോനെ വിട്ടിട്ടില്ല കളിയില്ല. മരിക്കുന്നത് വരെ അവൻ്റെ കൈ ഞാൻ പിടിക്കും. അത് ഞാൻ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും, കാരണം എൻ്റെ ചോരയാണ്. അത് നമ്മൾ സെപ്പറേറ്റഡ് ആയി എന്ന് വെച്ചിട്ട് എൻ്റെ മകനെ അവളുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്തത്. ആ സമയത്തും ഞാൻ അവരോട് ആവശ്യപ്പെട്ട ഏക കാര്യം, നിങ്ങൾക്ക് വേണ്ടത് എന്തും ഞാൻ തരാം, എന്തും. പണം വേണമെങ്കിൽ പണം എന്തും ഞാൻ തരാം. നിങ്ങൾ വേറെ പോയി ജീവിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി തന്നെ ജീവിച്ചോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മകനെ എനിക്ക് വേണം. അവനെ വിട്ടുകാരെ ഞാൻ തയ്യാറില്ല. അവനെ ഫൈറ്റ് ചെയ്ത് അവന് വേണ്ടി ശരിക്കും നല്ല ഇതിൽ ഫൈറ്റ് ചെയ്തിരുന്നു ഞാൻ. അങ്ങനെയാണ് എൻ്റെ മകനെ ഞാൻ സ്വന്തമാക്കിയത്. അപ്പം ഈ മകനെ ഒഴിവാക്കിയിട്ട് വാ, എന്നാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്നൊക്കെ ഓരോ ആൾക്കാർ പറയാൻ തുടങ്ങി. കാരണം അപ്പം എനിക്ക് മനസ്സിലായി, അവർ ഇനിയിപ്പോൾ ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചാലും ഭാവിയിൽ എൻ്റെ മകൻ അവർക്കൊരു അധികപ്പറ്റായിട്ട് മാറും. ഇപ്പോഴുള്ള ആ സമയത്താണ് ഈ ബൽക്കി വന്നത്. ഇവളുടെ കുടുംബവും പറയാൻ, അവളെ ഉപ്പയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചത് എന്നെയും എൻ്റെ മകനും ഒരുമിച്ചിട്ടാണ്. ഞാൻ ആ സമയത്ത് മല്ലു ട്രാവലർ ആയിരുന്നില്ല. ഞാൻ ആ സമയത്ത് എന്താ പറയുക, ഒരു രണ്ടാം കെട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ആയ ഒരു വ്യക്തി, ഷാക്കിർ എന്ന് പറഞ്ഞൊരു വ്യക്തി. പ്രത്യേകിച്ചിട്ട് സ്വത്തോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആ ഒരു പഴയ വീട്, സ്വന്തമായിട്ട് വാഹനം എന്ന് പറയാൻ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഒരു 220 പൾസർ ഉണ്ട്. അതിപ്പോഴും വീട്ടിൽ, അത് എൻ്റെ അല്ല, എൻ്റെ അനിയൻ്റെയാണ്. വേറെ വണ്ടികളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞല്ലോ, കാറൊക്കെ ലോണുകാർ കൊണ്ടുപോയി, ഒന്നുമില്ല, സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ല. ഗൾഫിൽ എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലി മാത്രമാണ് എൻ്റെ സ്വത്ത് എന്ന് പറയുന്നത്.
ആ സമയത്താണ് എന്നെ കണ്ട് എൻ്റെ എല്ലാം ഇഷ്ടപ്പെട്ട് ഓക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ബൽക്കി എന്ന് പറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവളോട് അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ ആ ആൾ ഞാൻ കാരണം വിഷമിപ്പിക്കുക എന്ന് പറയുമ്പം ഇപ്പോൾ ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു ചെറിയൊരു പ്രശ്നം, ഈ അടുത്ത കാലത്ത് ചെറിയൊരു പ്രശ്നം നടന്നപ്പം അപ്പം മാത്രമാണ് ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സങ്കടം വന്നത്. അതല്ലാതെ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു അറ്റാക്കൊക്കെ വരുമ്പോൾ വൈഫ് എന്തെങ്കിലും അവളുടെ വേദന പറഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇഷ്യൂ നടന്നപ്പോഴാണ് ഒരു സാഡ്നെസ് എന്നൊരു ഇതിൽ വന്നത്. അപ്പം അവൾ ഭയങ്കര സങ്കടം വന്നു. അവളെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അവളുടെ പാസ്റ്റ് ലൈഫിനെ പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഓരോ പാസ്റ്റ് ലൈഫ് ഉണ്ടാവും. മറ്റുള്ളവരോട് പറയാൻ പാടില്ല, അല്ല മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കമൻസിൽ വരാൻ തുടങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒരു തെറ്റ് മനഃപൂർവ്വം ചെയ്തതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഒരു തെറ്റ് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അവർക്ക് എന്നെ നല്ല രീതിയിൽ ബ്ലെയിം ചെയ്യാം. ഞാൻ അതിന് അർഹനാണ്. ഒരു പബ്ലിക് എന്താ പറയുക, ഒരു ഫിഗർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആൾക്കാർക്ക് എന്നെ എന്ത് വേണമെങ്കിൽ പറയാം. അവർക്ക് എന്നെ നെഗറ്റീവ് അടിക്കാം, കമൻസിൽ വന്ന് തെറിവ് പറയാം, എന്തും പറയാം. ഞാനത് കേട്ടേ പറ്റൂ. കാരണം എന്താ, ഞാനൊരു പബ്ലിക് ഫിഗറാണ്. പക്ഷേ എങ്കിൽ എൻ്റെ വീട്ടുകാർ പബ്ലിക് ഫിഗർ അല്ല. ബൽക്കീനെ ഇപ്പം ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്, ട്രിപ്പിന് പോകുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവൾ ആ ഒരു മൊമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കരയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്ത ആളെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ബ്രോ നിങ്ങൾ എന്നെ എന്ത് വേണം പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ അത് ഇടാൻ പാടില്ല, ഫാമിലിക്ക് എഫക്റ്റ് ആകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കമൻറ്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ കമൻറ്റ്സൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കൊറോണ സമയങ്ങളിലൊക്കെ മലയാളികൾ നെഞ്ചിലേറ്റിയ ഷാക്കിർ, ഒരുപക്ഷെ ഷാക്കിറിൻ്റെ ഒരു എൻട്രി തന്നെ, ഷാക്കിർ എന്ന് പറയുന്നില്ല, മല്ലുവിൻ്റെ ഒരു എൻട്രി തന്നെ ഈ കൊറോണ സമയത്താണ് അല്ലേ? ആക്ച്വലി അന്നാണ് മല്ലുവിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു കാഴ്ചക്കാർ മല്ലുവിൻ്റെ ചാനലിലേക്ക്. അതെ അതെ. അന്ന് ഭയങ്കര രസമായിരുന്നു. മല്ലുവിൻ്റെ ബ്ലോഗിൻ്റെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കും എന്താണ് മല്ലു പറയുന്നത്. പക്ഷേ ആ മല്ലുവിനെ ഇന്ന് മലയാളികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുപ്പിൻ്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപക്ഷെ എൻ്റെ സംസാര രീതി ഇഷ്ടപ്പെടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല, ഒരുപാട് തെറ്റുകൾ എനിക്ക് സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. അഫ്കോഴ്സ് എൻ്റെ കയ്യിൽ വണ്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഞാൻ സമ്പാദിച്ച കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നു. അതല്ലാതെ എൻ്റെ ജീവിത രീതി ഇപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ ജീവിത രീതിയാണ്. സംസാരം കാര്യങ്ങളൊക്കെ അങ്ങനെ വരും. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് വീഡിയോസ് എന്നെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്, ഒരുപാട് നെഗറ്റീവായ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതിലാരും പോസിറ്റീവായിട്ടൊന്നും അധികം പറയുന്നില്ല. കാരണം ആൾക്കാർക്ക് ഒരാളുടെ നെഗറ്റിവിറ്റി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനിവിടെ ഇവനെ ഇരുത്തിയിട്ട് തള്ളുന്ന അങ്ങനെ ചില സ്വാഭാവിക. പക്ഷെ മല്ലുവിൻ്റെ ഒരുപാട് പോസിറ്റീവ് അറിയുന്ന ഒരാളാണ്. മല്ലുവിൻ്റെ കുറേ സഹായങ്ങൾ, മല്ലുവിൻ്റെ കുറേ കാര്യങ്ങൾ മല്ലുവിനെ നിർത്തിയിട്ട് പറഞ്ഞില്ല. അത് ഏതെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു എവിടെയെങ്കിലും വെച്ച് പറയാം. പക്ഷെ അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഞാൻ അറിയുന്ന മല്ലു ഒരു വളരെ കൂളായിട്ടുള്ള, കുറേ ആളുകളെ സഹായിക്കുന്ന അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലുള്ള ഒരാളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് അതേ മല്ലു കടന്നു വരുമ്പോൾ ഒരു വേറെ തന്നെ മുഖമാണ്. ഒരു ചേഞ്ച് ഉണ്ടാവും. പഴയ ആ കൊറോണയുടെ ആദ്യ കാലഘട്ടത്തിലെ ആ പഴയ മല്ലുവിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എവിടെയോ വെച്ചൊരു ചെറിയ അഹങ്കാരം പിടിച്ചു, ചെറിയ ഇത്തിരി പിടിച്ചിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് തെറ്റുകൾ വന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, പരസ്യമായിട്ട് മാപ്പ് പറയും. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എനിക്കൊരു വിഷയമില്ല. ഒരു പക്ഷേ വന്നിട്ടുണ്ടാവാം, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു ജീവിത രീതിയിൽ നിന്നും പെട്ടെന്ന് നമ്മൾ വേറൊരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷെ ആ ഒരു മൊമെൻറ്റിലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, സമ്പാദ്യങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അഹങ്കരിച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ എന്നെക്കാളും താഴെത്തട്ടിലുള്ള ജനങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവരെ കളിയാക്കിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരാളെ ആട്ടിപ്പായിച്ചിട്ടോ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. അതൊരിക്കലും ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ സീറോയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് വാശിയുണ്ടായിരുന്നു, നന്നാവണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഓസ്ട്രേലിയയിൽ പോകണം എന്നുള്ളത്. 2 തവണ വിസ റിജക്റ്റായി. പക്ഷെ ഇപ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ വിസ അടിച്ച് കിട്ടി. അപ്പം അങ്ങനെ ഒരുപാട് ബിഗ് ഡ്രീംസ്, അന്ന് ബിഗ്ഗായിട്ട് തോന്നിയ പല ഡ്രീംസ് ഇപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിസയുടെ കാര്യമായാലും ട്രാവലിങ്ങിൻ്റെ കാര്യമായാലും. ഒരുപക്ഷെ
നേട്ടങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറച്ച് ഫീൽ വരുന്നത്. ഒരു 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 പുതിയ മല്ലു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ പഴയ മല്ലു ഉണ്ടാവും ഇനിയുള്ള ദിവസങ്ങളിൽ. അത് എന്താ കാതറ, ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്, പല ആൾക്കാരും. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ഞാൻ. ഇപ്പോൾ ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നില്ലേ, വീഡിയോയിൽ കാണുന്ന അതാണ് ഞാൻ. അല്ല, അതിൽ ഞാൻ എനിക്ക് മാറാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ മല്ലുവിനെ അതിൽ സമ്മതിച്ചു. മല്ലുക്ക് വേണമെങ്കിൽ ഒരുപാട് വിവാദ പരാമർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ മല്ലുവിന് എന്താണോ പറയണം എന്ന് തോന്നിയത് മല്ലു അച്ചട്ടായിട്ട് അങ്ങ് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ കാര്യമാവട്ടെ, പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞ രീതി തെറ്റിപ്പോയി. ചിലപ്പോൾ മല്ലു അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്തു, ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാനത് സോറി പറഞ്ഞു, അത് ഡിലീറ്റ് ചെയ്തു. എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, മല്ലുവിനെ നല്ലത് പറയുന്നതിനപ്പുറത്ത് മല്ലുവിനെ ഈ നെഗറ്റീവിന് ഭയങ്കര പ്രേക്ഷകരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് എന്താ? ട്രോളാണ് അല്ലേ? ട്രോൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരാളെ വിമർശിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്, ഒരാളെ അധിക്ഷേപിക്കുന്നതിനും അത് കാരണമാകാറുണ്ട്. അപ്പോൾ ട്രോളുകൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള വ്യൂസ് ലഭിക്കാറുണ്ട്, ഒരുപാട് ട്രോൾ പേജുകൾ തുടങ്ങാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ആംഗിൾ അതെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരാളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയ കഥ കേൾക്കാനായിരിക്കും ഇഷ്ടം, അല്ലാതെ ഒരാൾക്ക് സഹായം കൊടുത്തു എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും ഇഷ്ടപ്പെടില്ല. ഒളിച്ചോടി പോയി, സൂപ്പർ, ഒളിച്ചോടി. ഞാൻ എവിടെയും അതുകൊണ്ട് എൻ്റെ നെഗറ്റിവിറ്റി എടുത്ത് എവിടെയും ഞാൻ മീൻസ് എൻ്റെ സങ്കടങ്ങൾ എടുത്തിട്ട് എവിടെയും ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. അല്ല, ഞാൻ പറഞ്ഞ മല്ലുവിനെ എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര്. പക്ഷെ എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും നന്നാവണം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 4 വർഷം ഞാൻ ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു 4 വർഷം കൊണ്ട് എനിക്ക് ഈ ഒരു ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ജോലിയും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ആയുഷ്കാലം മുഴുവനും നോക്കിയാലും എനിക്ക് സമ്പാദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സമ്പാദിച്ചു. പണമായിട്ട് മാത്രമല്ല, എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് ആൾക്കാർ, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നേടാൻ പറ്റി. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫിൽ ഈ ഒരു യൂട്യൂബ് കൊണ്ട് ഞാൻ ഒരുപാട് സക്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലേ? ഇപ്പം കാതറിനെ പോലത്തെ ഉണ്ടോ, നമ്മളിപ്പോൾ സുഹൃത്തുക്കളായി. എന്തുകൊണ്ടാണ്? ഞാൻ അന്നൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് കാതർ എന്നെ വിളിച്ചു, നമ്മൾ സംസാരിച്ചു, അന്നാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പം നമ്മുടെ ബന്ധങ്ങൾ ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മല്ലുവിൻ്റെ പഴയ വീഡിയോസിൻ്റെ വ്യൂസ് 1 മില്യൺ, 2 മില്യൺ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 500K എങ്കിലും കിട്ടും. 5 ലക്ഷം ആൾക്കാർ ചുരുങ്ങിയത് കാണും. പക്ഷേ അങ്ങനെയുള്ള മല്ലുവിൻ്റെ ചാനൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 25,000, 50,000. എന്താ സംഭവിച്ചത്? ഇനിയൊരു കാര്യം, ഇങ്ങനൊരു വ്യൂസ് മല്ലുവിന് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മല്ലു ഇറാന് പോകുന്നു, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ഇതെങ്ങനെ പോസിബിളാണ്? കാരണം വ്യൂസ് ഇല്ലെങ്കിൽ ഫണ്ടില്ലല്ലോ. ഫണ്ടില്ലാതെ എങ്ങനെ പോകും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ വരുമാനം മല്ലുവിന് കുത്തനെ ഇടിഞ്ഞതാണ്. അല്ല, പിന്നെ കാതറെ, സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഭയങ്കര നഷ്ടമാണ്. ഓപ്പണായിട്ട് പറയാലോ. ഇപ്പോൾ ഒരു മാസം ഒരു 1 lakh ബിലോ മാത്രമേ നമുക്ക് റവന്യൂ വരുന്നുള്ളൂ. അതാണ് എൻ്റെ സത്യം. 1 ലക്ഷത്തിൽ താഴെ മാത്രമേ ഇപ്പം യൂട്യൂബിന് ഇപ്പം കഴിഞ്ഞ 2-3 മാസം ഞങ്ങൾ ജോർജിയ ട്രിപ്പ്, ഇറാൻ ട്രിപ്പൊക്കെ നടത്തുന്നു പറഞ്ഞില്ലേ, 1 ലക്ഷം രൂപയിൽ താഴെ ഒരു $1,000, $1,200 റവന്യൂ വരുന്നത് വളരെ കുറവാണ്. 70,000 അതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഓക്കെ വീഡിയോസ് ഇടാതിരിക്കാം, കാരണം നമുക്ക് ആ ഒരു റവന്യൂസാണ് വരുന്നത്. പിന്നെ അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ കച്ചവടത്തിൽ നിന്ന് നമുക്ക് കുറച്ച് വരുമാനം വരുന്നത്, യൂട്യൂബിനേക്കാൾ കൂടുതൽ നമുക്കൊരു ബിസിനസ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ വേണം, നഷ്ടമാണ്, പോക്കറ്റ് എടുത്തുനിന്നാണ് പോണത്. റീസൺ കൂടി ഞാൻ പറയാം. ഞാൻ 0 ആയിരുന്നു, എന്നെ ഞാനാക്കിയത് ഈ പ്രേക്ഷകരും ഈ ഒരു യൂട്യൂബാണ്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന, ഇപ്പം നീ പറഞ്ഞ പോലത്തെ 50,000, 60,000 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത്ര ആൾക്കാരെങ്കിലും കാണാനുണ്ട്, അവർക്കത് കാണണം, അവർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ലോകം കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നല്ല നല്ല കണ്ടൻറ്റ്സ്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഷിപ്പിൽ വീഡിയോസ് ആയാലും, അല്ല നമ്മൾ ലക്ഷദ്വീപ് ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കണ്ടൻറ്റ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നഷ്ടമാണ്. ഇപ്പം ഒരു 5 ലക്ഷം രൂപ മാസം റണ്ണിങ് കോസ്റ്റിലെ ഒരു ഷോപ്പ്, ആ ഷോപ്പിൽ നമുക്ക് 1 ലക്ഷം രൂപ മാത്രമേ വരുമാനമുള്ളൂ. അതാണ് ഇപ്പം പേഴ്സണലി എൻ്റെ അവസ്ഥ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ നമുക്ക് ചിലവുണ്ട്. ആ ലക്ഷങ്ങൾ ചിലവുണ്ട്, പക്ഷെ അതിൻ്റെ എനിക്ക് തോന്നുന്നു 1/5 അത്ര മാത്രം നമുക്ക് വരുമാനമുള്ളൂ യൂട്യൂബ് വഴി.
എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, മല്ലുവിൻ്റെ ചില പരാമർശങ്ങളോട് നമുക്ക് ശക്തമായ വിയോജിപ്പുണ്ട്, എനിക്കടക്കം വിയോജിപ്പുണ്ട്. പക്ഷേ മല്ലു എന്ന ട്രാവൽ ബ്ലോഗർ, അയാൾ നമ്മളെ പലപ്പോഴായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. കാരണം ദുബായിലെ ഒരു ജിന്നിൻ്റെ ഒരു കോട്ടയിലേക്കൊക്കെ പോയ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്നിങ്ങനെ കണ്ടൊരു വീഡിയോ ആണ്. വളരെ രസകരമായിട്ടുള്ള അവതരണമാണെങ്കിലും സാധാരണക്കാരനെ മനസ്സിലാകുന്ന ഒരു അവതരണമാണ്. എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മല്ലു. ആശയപരമായിട്ട് അല്ലെങ്കിൽ വിമർശനപരമായിട്ട് പല വിഷയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാകും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മല്ലു ട്രാവലർ എന്ന് പറയപ്പെടുന്ന ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗറിനപ്പുറത്ത് മലയാളികളുടെ ഒരു യൂട്യൂബറെ അപ്പാടെ ഒരു എന്താ പറയുക നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല. മല്ലു ട്രാവലർ എന്ന് പറയപ്പെടുന്ന ഒരാൾ 58 ലക്ഷം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയെങ്കിലും ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ആയെങ്കിലും യൂട്യൂബൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10-60 ലക്ഷം ആളുകൾ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് മല്ലു. ഒരുപക്ഷെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഒരു ട്രാവൽ വ്ളോഗർ മല്ലു ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണത്? അതെ, ഞങ്ങളുടെ ട്രാവൽ ചാനലാണ് ഇന്ത്യയിൽ ദ മോസ്റ്റ് ഫോളോവേഡ് ട്രാവൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ ചാനലാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോൾ താങ്കളുടെ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ വിമർശനപരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഒരാളോട് നമുക്ക് വിയോജിപ്പുണ്ടാകും. ആ വിയോജിപ്പ് അയാൾ പറഞ്ഞ കാര്യങ്ങളോടായിരിക്കണം. അതിനപ്പുറത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട ഒരാളൊന്നും അല്ല മല്ലു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇനിയും വിമർശനം രേഖപ്പെടുത്താം. പക്ഷേ അദ്ദേഹത്തെ ഒരു ബാൻ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നിരോധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്ളോഗിനി കാണേണ്ട എന്ന് വരെ പറയുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ്. ഇന്നും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവൻ അറിയാവുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് പ്രായമായവർ പോലും, അതായത് ഇപ്പോൾ 10-50 വയസ്സൊക്കെ കഴിഞ്ഞ അല്ലെ ഉമ്മമാരൊക്കെ കുറെ ആളുകൾ അവർക്ക് പോലും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു ഭാഷാ ശൈലിയിലൂടെ അവതരിപ്പിച്ച് ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മല്ലുവിന് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മറ്റേടത്തെ പരിപാടി ഉണ്ടാവരുത് എന്നാണ്. അല്ല, ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടോട്ടലി എന്താ പറയുക, ഈ പൊളിറ്റിക്കലി പരമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത്രയാലും നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാക്സിമം നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളും അല്ല വിവാദങ്ങളൊക്കെ എടുത്ത് കുത്തിപ്പോക്കി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് റവന്യൂ ആയിരുന്നു ഇതുവരെ യൂട്യൂബിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് റവന്യൂ ഇല്ല. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ജെന്യുവിൻ ഫോളോവേഴ്സ് ഉണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് 10,000 അയക്കാം, 50,000 അയക്കാം, ഒരുപക്ഷെ ആൾക്കാർ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ 1 ലക്ഷം അയക്കാം, ഇനി ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ 2 ലക്ഷം അയക്കാം. പക്ഷേ എങ്കിൽ റവന്യൂ എന്നുള്ള അത് എക്സ്പെക്റ്റ് ചെയ്യാതെ നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന നല്ല നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. എനിക്കൊരു കാര്യം തോന്നുന്നു, ഈ ഇൻ്റർവ്യൂ ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ആളുകൾ മല്ലുവിൻ്റെ ചാനലിലൊന്ന് കയറി നോക്കും, അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്തായാലും മല്ലുവിൻ്റെ ഒരുപാട് പ്രവർത്തനം, മല്ലു ഈ സ്വാഭാവികമായിട്ടും മല്ലുവിൻ്റെ നാട്ടിൽ മല്ലുവിന് വലിയ രീതിയിലുള്ള വിയോജിപ്പുകളുണ്ട് മല്ലുവിനോട്. അത് ഈ അറിയില്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഇന്നലെയും കൂടി നാട്ടിലെ കൂടി നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ, നാട്ടുകാരായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നാടിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഞാൻ പബ്ലിക്കിൽ അങ്ങനെ പരിപാടികൾക്കൊന്നും പോവാറില്ല നാട്ടിൽ. പക്ഷേ ഇൻ്റേണലി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ ആദ്യം മുതൽ മല്ലു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാര്യ, തൻ്റെ പഴയകാല ജീവിതങ്ങൾ, ഇതൊന്നും അങ്ങനെ ആയിരിക്കും അഡ്രസ്സ് ചെയ്തിട്ടില്ല മല്ലു, എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു മല്ലും കൂടി ഉണ്ട്. ഇന്ന് കാണുന്ന ഈ ഒരു തുള്ളിച്ചാട്ടത്തിനൊക്കെ അപ്പുറത്ത് മല്ലുവിൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട്. മല്ലു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്ന മല്ലുവിൻ്റെ ഒരു പാസ്റ്റ്. ആ പാസ്റ്റ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് അതിനൊക്കെയുള്ളൊരു പ്രതികാര ജീവിതം നയിക്കുന്നതിനിടയിൽ വന്ന ചില വീഴ്ചകൾ നമുക്ക് കൂടെ നിർത്താം. മല്ലു എന്ന് പറയുമ്പോൾ തന്നെ മല്ലു ട്രാവലർ എന്നാണ് പേര്. മലയാളികളെ കേരളം വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റൊക്കെ വിളിക്കുന്നത് ആരെ മല്ലു എന്നാണ്. അതേ ഒരു അടയാളപ്പെടുത്തൽ, മലയാളി എന്നുള്ള അടയാളപ്പെടുത്തലിലൂടെ
ആ യാത്രയിലൂടെ സ്വന്തം വാഹനത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന മല്ലു എന്ന് പറയുന്ന ആ പക്ക മലയാളി കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ്. പലപ്പോഴായിട്ട് പല രീതിയിൽ പല പരാമർശങ്ങളും നടത്തി വിവാദങ്ങളിലൊക്കെ പെടുന്നുണ്ടെങ്കിൽ പോലും മല്ലുവിൻ്റെ വഴി അത് തന്നെയാണ്. ട്രാവലർ മല്ലു അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. മല്ലുവിൻ്റെ പൊളിറ്റിക്കൽ പരാമർശങ്ങൾ അപകടമാകുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് ഒഴിവാക്കി കളയാമേ. തീർച്ചയായിട്ടും നല്ലത് പറയാം അല്ലേ? എന്തായാലും കൂടെ നിൽക്കാം. നമ്മൾ ഒരാൾക്ക് വീഴ്ച ഉണ്ടാവും. അപ്പോൾ വീഴ്ച ഉണ്ടാകുമ്പോൾ നീ എവിടെ തന്നെ കിടന്നോ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമോ വാ എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എനിക്ക് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മല്ലുവിനെ പോലെ എനിക്ക് ഭയങ്കര എടുത്തുചാട്ടം, ഭയങ്കര പ്രഷർ. ഒന്ന് പറഞ്ഞിട്ട് രണ്ട് പറയുമ്പോൾ ചൂടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് 11ഓളം കേസിൽ ഞാൻ പ്രതിയായി. 11ഓളം കേസുകളിൽ ഞാൻ പ്രതിയായി. ഞാൻ ഒരു കേസിലാണ് ഇപ്പോൾ പ്രതി. ഇപ്പോൾ മറ്റേ അന്ന് നമ്മുടെ കൊറോണയുടെ സമയത്ത് ഇനാഗ്രേഷന് പോയതാണ്. എന്താ സംഭവിച്ചത്? ഉദ്ഘാടനത്തിന് പോയതാണ്. പക്ഷെ അതിൽ SIനെ തല്ലിയ കേസിൽ 17ാമത്തെ പ്രതിയാണ്. ഇപ്പം സ്റ്റേ ഒക്കെ വാങ്ങി നിൽക്കുന്നുണ്ട്. SIയെ തല്ലിയിട്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ട് വരില്ല. എനിക്ക് ഓർമ്മയില്ല ആ ഒരു മനുഷ്യനെ. അവരുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. സിറ്റുവേഷൻ അങ്ങനെയല്ല. അറിയോ, ഈ SI പോലീസുകാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അവരൊരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. 332 ആണെന്ന് തോന്നുന്നു. അതങ്ങ് കയറ്റിത്തരും. നമുക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. മുൻകൂർ ജാമ്യം എടുത്തു. മുൻകൂർ ജാമ്യം എടുത്തു. പിന്നീട് ഹാജരായി കോടതിയിൽ. പൊന്നാനി കോടതിയിൽ പോയി ഹാജരായി. കോഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റേയിലുള്ള ഇപ്പം കേസ്. എന്തായാലും നടക്കട്ടെ. എല്ലാ രീതിയിലും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകം പറയേണ്ടത്, ബൽക്കിയെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവാണ് മല്ലു ഔട്ട് ഓഫ് ഫ്രെയിമിൽ ക്യാമറ ഇല്ലാത്ത സമയത്ത് എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമാണ് അവൾ എന്നുള്ളതാണ്. അത് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് പ്രപ്പോസൽസ്, അല്ലെങ്കിൽ സീരിയസ്ലി ഞാൻ കള്ളം പറയുന്നില്ല, എനിക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ അവരൊക്കെ വരുന്നത് മല്ലു ട്രാവലറിനെ തേടിയാണ്. പക്ഷേങ്കിൽ ഒരു വട്ടപൂജ്യമായി കിടക്കുന്ന സമയത്താണ് അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നത്. അപ്പം അന്നും ഇന്നും ഞങ്ങൾ ഒരുപോലെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും ബൽക്കീനെ കുറിച്ചിട്ട് മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന ഒരു മല്ലുവിനെ ഞാൻ ഷവർമ കഴിക്കുമ്പോൾ കണ്ടിരുന്നു. ബൽക്കീനെ കുറിച്ച് ഇങ്ങനെ 1000 നാവാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയുന്ന ഒരു രാജകുമാരനായി മല്ലു നിൽക്കുമ്പോൾ, ഒരു രാജകുമാരിയായി നിൽക്കുന്ന ഒരു ക്ലീശ പരാമർശമാണെങ്കിൽ പോലും ഫാക്റ്റാണ്. എന്തായാലും നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ. മല്ലുവിനോടുള്ള വിയോജിപ്പിൻ്റെ പേരിലൊക്കെ സഹോദരിയെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അത് ശരിയല്ല, അത് വളരെ മോശമാണ്. മല്ലുവിനെ നിങ്ങൾക്ക് ആശയപരമായിട്ട് പറയാം, മല്ലുവിനെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ അദ്ദേഹം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വിമർശിക്കുന്നത് അത് തെണ്ടിത്തരമാണ്. അതാരും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായും പറയുന്നു. ഇനി അത്തരത്തിലുള്ള സൈബർ അറ്റാക്കിങ്ങുകൾ, സ്വാഭാവികമായിട്ട് കുടുംബത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സൈബർ അറ്റാക്കിങ്ങുകൾ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും പ്രതിരോധിക്കാൻ തന്നെ ചെയ്യും. കാരണം അത് പാടില്ല. കാരണം അവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും തീർച്ചയായും. താങ്ക് യു സോ മച്ച്.